ഡൊണാൾഡ് ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾ പ്രത്യേക വിഭാഗങ്ങളായി വിഭജിക്കപ്പെടുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഉപഭോക്താക്കൾ സ്വന്തം കാഴ്ചപ്പാടുകളുമായി യോജിക്കുന്ന പ്ലാറ്റ്ഫോമുകളിലേക്കോ ഗ്രൂപ്പുകളിലേക്കോ ആകൃഷ്ടരാകുന്നതിനാൽ ഈ പെരുമാറ്റം വൈവിധ്യമാർന്ന കാഴ്ചപ്പാടുകളിലേക്കുള്ള എക്സ്പോഷർ കുറയ്ക്കുമെന്ന് കരുതപ്പെടുന്നു. ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ മേധാവികളായ മെറ്റയുടെ മാർക്ക് സക്കർബർഗും എക്സ് പ്ലാറ്റ്ഫോമിന്റെ ഇലോൺ മസ്കും ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഇത് തെളിയിക്കുന്നത് നവംബറിലെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ചിലത് പുതിയ യുഎസ് സർക്കാരിന് പിന്നിൽ അണിനിരക്കുന്നതായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇലോൺ മസ്ക് ആണെങ്കിൽ നേരിട്ട് ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തിന്റെ ഫെഡറൽ ഉപദേശക സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മെറ്റയുടെ സക്കർബർഗ് ആകട്ടെ അടുത്തിടെ തന്റെ സൈറ്റുകളുടെ ഉള്ളടക്ക മോഡറേഷനിൽ ഒരു അഴിച്ചുപണി പ്രഖ്യാപിച്ചു. യുഎസിലെ തേർഡ് പാർട്ടി വസ്തുതാ പരിശോധനക്കാരെ നീക്കം ചെയ്യുകയും കമ്മ്യൂണിറ്റി കുറിപ്പുകൾ കൊണ്ടുവരികയും ചെയ്തു. തൽഫലമായി വ്യത്യസ്ത വിശ്വാസങ്ങളും ചിന്താശേഷിയുമുള്ള ആൾക്കാർ വ്യത്യസ്ത സൈറ്റുകളിലേക്ക് വിഘടിച്ച് കുടിയേറുകയും പ്രത്യേകം ഗ്രൂപ്പുകളായി തരംതിരിയുകയും ചെയ്യുന്നതിന് കാരണമാകുന്നു. ഓൺലൈനിലും അതിനപ്പുറവും ഇത് ഉണ്ടാക്കിയേക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഗവേഷകർ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഇപ്പോൾ നമ്മുടെ 3 പ്രധാന യുഎസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും പരസ്യമായി ട്രംപിനെ അനുകൂലിക്കുന്ന പ്രഭുക്കന്മാരുടെ കൈകളിലാണ്. ഒരു പ്രസിഡന്റുമായി ഇത്ര വ്യക്തിപരമായ സൗഹൃദം സ്ഥാപിക്കുന്ന സോഷ്യൽ മീഡിയ ആപ്പുകളുടെ തലവന്മാർ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരത്തിലുള്ള ഏകീകരണം സാധാരണയായി സ്വേച്ഛാധിപത്യ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒന്നാണ്. എക്സിന്റെയും മെറ്റയുടെയും തീരുമാനങ്ങൾ വരുന്നത് സമീപകാല യുഎസ് തെരഞ്ഞെടുപ്പിന്റെ വെളിച്ചത്തിൽ മാത്രമല്ല, സമീപ വർഷങ്ങളിൽ ഇരുവരും വിദേശ സർക്കാരുകളുമായി ഏറ്റുമുട്ടിയതിനു ശേഷമാണ്. അടുത്തിടെ മെറ്റയ്ക്ക് യൂറോപ്യൻ യൂണിയൻ €1.2 ബില്യൺ പിഴ വിധിച്ചിരുന്നു. എന്നാൽ ഇലോൺ മസ്ക് ആകട്ടെ ബ്രസീലുമായി പരസ്യമായി തർക്കിച്ചു. ഇത് 28 മില്യൺ റിയാൽസ് പിഴ അടയ്ക്കുന്നതുവരെ പ്ലാറ്റ്ഫോമിനെ നിരോധിക്കുന്നതിലേക്ക് നയിച്ചു. സക്കർബർഗ് അടുത്തിടെ ലോകമെമ്പാടുമുള്ള സർക്കാരുകളെ തിരിച്ചടിക്കാൻ ട്രംപുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. പുതിയ യുഎസ് ഭരണകൂടത്തിന് കീഴിൽ സോഷ്യൽ മീഡിയ സൈറ്റുകൾ എങ്ങനെയായിരിക്കുമെന്ന് കൂടുതൽ സൂചന ആവശ്യമില്ലല്ലോ. എന്നാൽ ഡൊണാൾഡ് ട്രംപ് ആകട്ടെ യൂറോപ്യൻ യൂണിയന്റെ യുഎസ് കമ്പനികളോടുള്ള പെരുമാറ്റത്തെക്കുറിച്ച് പരാതിപ്പെടുകയും ചെയ്തിരുന്നു. ട്രംപ് പറഞ്ഞത്, ആരും ഇതിൽ സന്തുഷ്ടരല്ല, ഞങ്ങൾ ഈ വിഷയത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നു എന്നാണ്.